ഇവിടെ ശിവാനിയെ കണ്ടു, എൽദോയെ കണ്ടു. ഇപ്പൊ ശിവാനി പറഞ്ഞു ഞാൻ ഇപ്പോഴും റിയൽ ലൈഫിലേക്ക് ട്രൈ ചെയ്യുന്ന ഒരാളാ. ശിവാനിയും ഈ കാലത്ത് ജീവിക്കുന്ന ഒരു കുട്ടി തന്നെയാ. എൽദോയെ കണ്ടു. എൽദോയുടെ അമ്മ പറയുണ്ടായി എന്നെ ഉപദേശിക്കണ്ട, എന്താണ് എനിക്ക് നിർദ്ദേശിച്ചാൽ മതി സർ. ഇതാണ് ഇന്നത്തെ കുട്ടികള്. കാരണം ഈ രണ്ട് കുട്ടികളിലും നമ്മൾ കണ്ട ഒരു കോമൺ ഫാക്ടർ എന്താ വെച്ചാൽ അവർക്ക് അവരുടെ ഐഡന്റിറ്റിയെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അപ്പൊ സാർ നേരത്തെ അദ്ദേഹം പറഞ്ഞത് വലിയൊരു പോയിന്റ് ആണ്. ഒരുപാട് കാര്യങ്ങൾ മൊബൈൽ ഫോണിൽ നിന്ന് കിട്ടും, പക്ഷേ ഇത് എവിടെയാണ് ഉപയോഗിക്കാൻ പറ്റാത്തൊരു അവസ്ഥ വരുന്നതെന്ന് വെച്ചാൽ ഐഡന്റിറ്റി ഇല്ലാത്ത കുട്ടികളെ നമ്മള് വളർത്തിക്കൊണ്ട് പോകുമ്പോഴാണ്. കാരണം നമ്മള് കുട്ടികൾ എന്താണ്, അവരുടെ വ്യക്തിത്വം എന്താണ്, അവർക്ക് നമ്മളെക്കാൾ ഏറെ കാര്യങ്ങൾ അറിയാം. ചിലപ്പോൾ നമ്മളും അവരിൽ നിന്ന് പലതും പഠിക്കേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മളവിടെ ഒരു വളരെ സ്റ്റബേൺ ആയിട്ട് നമ്മൾ പറയുന്നത് പോലെ അവർ വരാൻ പാടുള്ളൂ എന്നൊരു അപ്രോച്ച് പോയാൽ, അല്ലെങ്കിൽ ഫുൾ ഒരു കൺട്രോളും ഇല്ലാത്ത രീതിയിൽ പോയാൽ ഐഡന്റിറ്റി ഇല്ലാത്ത കുട്ടികളായി മാറും എന്നുള്ളത് മാത്രമല്ല, ഭാവിയിൽ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഒന്നി അത് കളഞ്ഞിട്ട് പോവുക, ഒരു റിജക്ഷൻ ഉണ്ടായി അതിനെ ഫേസ് ചെയ്യാൻ വല്ലാണ്ട് ആത്മഹത്യ ചെയ്യുക. ഇതുപോലെ ഒരു കോൺഫിഡന്റ് ആയ കുട്ടികളെ നമുക്ക് ഒരിക്കലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. The best thing is firstly we have to accept their identity. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എന്റെ ഇമേജ്, എന്റെ ഐഡന്റിറ്റി അനുസരിച്ച് ഞാൻ ഒരു കാര്യം ചെയ്താൽ അത് രഹസ്യമായാലും പരസ്യമായാലും ഇത് ചെയ്തിട്ട് എന്റെ ചുറ്റിനുമുള്ള ഒരു സമൂഹത്തോട്, എന്റെ പാരന്റ്സിന്റെ മുമ്പിൽ എനിക്ക് ചെന്ന് നിൽക്കാൻ പറ്റില്ല. ബിക്കോസ് ദേ ഹാവ് ട്രസ്റ്റ് ഓൺ മീ എന്ന് കുട്ടികൾക്ക് ഒരു ഫീൽ വളർത്തിക്കൊണ്ട് പോകാൻ നമ്മളെ കൊണ്ട് സാധിച്ചാൽ മൊബൈൽ നല്ല ഇനി ഏത് സാധനം, കാരണം നമ്മളിൽ പല ആളുകളും ജീവിക്കുന്നതിൽ ശരിയും തെറ്റും നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മുടെ ഒരു വാല്യൂ സിസ്റ്റം വെച്ചിട്ടാണ്. സോ ഫസ്റ്റ്ലി നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആ വാല്യൂ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ. അത് ഈ പ്രായത്തിലുള്ള കുട്ടികൾക്കൊക്കെ അങ്ങനെ തിരിച്ചറിയാൻ ഞാൻ ചോദിക്കാം, നമ്മളെ അങ്ങനെ ഒരു വാല്യൂ സിസ്റ്റം വെച്ചൊക്കെ നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യാനുള്ള ഒരു അവസ്ഥയുണ്ടോ? സാർ, കുറെ പേര് ഇങ്ങനെ പാരന്റ്സ് തന്നെ പറയുന്നുണ്ട്, എന്താണ് അങ്ങനെ ചെയ്യരുത് ചെയ്യരുത് എന്ന് പറയുമ്പം നമുക്ക് ഇങ്ങനെ നമ്മുടെ കൂട്ടുകാര് ചെയ്യണ കാണുമ്പം നമുക്ക് അവർക്കുണ്ട്, അപ്പൊ നമുക്കും വേണം എന്നുള്ളൊരു തോന്നലുണ്ടാവും. നമ്മൾ പാരന്റ്സിനോട് ഇപ്പൊ ഓപ്പൺ ആയിട്ട് പറഞ്ഞാൽ തന്നെ അവര് പറയും വേണ്ട, നിനക്കത് വേണ്ട. അല്ലെങ്കിൽ ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ തന്നെ പല പാരന്റ്സും പറയും വേണ്ട, നിനക്കത് വേണ്ട എന്ന് പറയും. അപ്പം അങ്ങനെ പറയുന്ന പേരൻസിനോട് എനിക്ക് വേണം നിർബന്ധം പിടിക്കുവോ? അല്ല, അങ്ങനെയല്ല, കൊടുക്കണം. പക്ഷേ അവരുടെ ഒരു കൺട്രോൾ വേണം, പാരന്റ്സിന്റെ കൺട്രോൾ വേണം. ഇപ്പൊ പാരന്റ്സ് സമ്മതിച്ചില്ല എന്നിട്ടും ആ കുട്ടികൾ ചിലപ്പോൾ അവരോട് പാരന്റ്സ് അറിയാണ്ട് തന്നെ ചെയ്യും. അപ്പൊ അത് ചിലപ്പോ വല്ല ചതിക്കുഴിയിലോട്ടൊക്കെ പോയി പെടാനുള്ള സാധ്യതയുണ്ട്. അതിലും നല്ലത് പാരന്റ്സിന്റെ ഒരു കൺട്രോളും കൂടി ഉള്ള ഒരു ഇതായിട്ട് പാരന്റ്സും കൂടി ഇരുന്ന് കുട്ടികളുടെ കൂടെ റീൽസ് ഒക്കെ ഇരുന്ന് കാണണമെങ്കിൽ അതിനൊരു ടൈം വെച്ചിട്ട് അവരുടെ കൂടെ ഇരുന്ന് എൻജോയ് ചെയ്യണം. അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് കുറച്ചു നേരം ഫോൺ ടൈം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നമുക്ക് പാരന്റ്സ് ആയിട്ടിരുന്ന് സംസാരിച്ച് അവരുടെ ഓപ്പൺ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ള ടൈം കൊടുക്കണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.